ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഈ ആഴ്ച നിഫ്റ്റി നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. നിഫ്റ്റി ഫ്രൈഡേ ഇന്നലെ ക്ലോസ് ചെയ്തേക്കുന്നത് 24,039 ഇന്നലെ ഒരു 207 പോയിന്റിന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. അതായത് 0.86% അടുത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ചു. എന്നിരുന്നാലും ഓൾമോസ്റ്റ് ഈ ആഴ്ച എല്ലാ ദിവസവും ഒരു മുകളിലേക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഡാറ്റ പരിശോധിക്കുമ്പോൾ ഈ രണ്ടുപേരും അല്ല, അതായത് വിദേശ നിക്ഷേപകരും ഇന്നലെ സെല്ലിംഗ് നടത്തിയിട്ടില്ല. വിദേശ നിക്ഷേപകര് 2,952 കോടി രൂപയുടെ ബൈയിങ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഡൊമസ്റ്റിക് അതായത് ആഭ്യന്തര നിക്ഷേപകരും 3,539 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. അപ്പൊ ആരാണ് സെല്ലിംഗ് നടത്തിയിട്ടുള്ളത്? നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സ് ആണ് സെല്ലിംഗ് നടത്തിയത്. അതായത് ഒരാഴ്ച അത്യാവശ്യത്തിന് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയപ്പോ ഇനി സാറ്റർഡേ സൺഡേ മുടക്കാണ്. ഇനി തിങ്കളാഴ്ച എന്താണ് മാർക്കറ്റ് സംഭവിക്കാന്ന് അറിയില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ വളരെ മോശമാണല്ലോ. അതിനാൽ തന്നെ നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സ് ആണ് ഉള്ള പ്രോഫിറ്റ് മതി എന്ന് വിചാരിച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയത്. അതാണ് ഇന്നലെ ചെറിയ ഫോൾഡ് ആയത്. അല്ലാതെ വിദേശ നിക്ഷേപകരും ആഭ്യന്തര നിക്ഷേപകരും ഒട്ടും ഒരു ആളും സെല്ല് നടത്തിയിട്ടില്ല. ഓക്കെ, ഇന്നലെ 207 പോയിന്റ് അഥവാ 0.86% നിഫ്റ്റി ഡൗൺ ആയപ്പോൾ എല്ലാ സെക്ടറുകളും തന്നെ 15ഓളം സെക്ടറിലെ ഒരു സെക്ടർ ഒഴിച്ച് ബാക്കി 14 സെക്ടറോളം ഡൗൺ തന്നെയായിരുന്നു. ഏത് സെക്ടർ ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്? നിഫ്റ്റി ഐ ടി മാത്രമാണ് 0.72%, ഒരു 0.25% പോസിറ്റീവായിട്ട് ക്ലോസ് നടത്താൻ സാധിച്ചത്. ബാക്കി നിഫ്റ്റി ഫാർമ ഒരു 2.25% നെഗറ്റീവായിട്ട് ക്ലോസിംഗ് നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 50 ഇൻഡെക്സ് 2.5% അടുത്ത് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ് ഇൻഡെക്സും 2.5% നെഗറ്റീവായിട്ടാണ് ക്ലോസിംഗ് നടത്തിയിട്ടുള്ളത്. PSU ബാങ്ക് 2.24% നെഗറ്റീവ് തന്നെയാണ്. നിഫ്റ്റി മെറ്റൽ 2.10% നെഗറ്റീവ് തന്നെയാണ്. നിഫ്റ്റി മീഡിയ ഇത്തിരി കൂടുതൽ നെഗറ്റീവ് ആയിട്ടുണ്ട്. 3.24% നെഗറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട്. നിഫ്റ്റി FMCG 0.62% നെഗറ്റീവാണ്. നിഫ്റ്റി ബാങ്ക് 0.97% നെഗറ്റീവ് തന്നെയാണ്. നിഫ്റ്റി ഓട്ടോ 1.67% നെഗറ്റീവാണ്. നിഫ്റ്റി റിയാലിറ്റി 2.80% നെഗറ്റീവ് തന്നെയാണ്. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് 1.28% നെഗറ്റീവാണ്. നിഫ്റ്റി എനർജി 2.22% നെഗറ്റീവ് തന്നെയാണ്. നിഫ്റ്റി ഇൻഫ്ര 1.55% നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ നിഫ്റ്റി IT മാത്രമാണ് ഇന്നലെ 207 പോയിന്റ് ഡൗൺ സൈഡ് വീണിട്ട് പോലും 0.72%, ഒരു 0.25% അപ്സൈഡ് ആയിട്ട് നിഫ്റ്റി IT മാറിയിട്ടുണ്ട്. അപ്പൊ IT സെക്ടറിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഒരു ബുള്ളിഷ് സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെ, ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണ്, ഇന്ന് പുലർച്ചെ 2:30 വരെ ഗ്ലോബൽ മാർക്കറ്റ്സ് ട്രേഡ് നടത്തിയിട്ടുണ്ട്. ഫ്യൂച്ചർ ജസ്റ്റ് ഫ്ലാറ്റ് എന്ന രീതിയിൽ ചെറിയൊരു നെഗറ്റീവ്, ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് മാത്രം 0.10% നെഗറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഫ്യൂച്ചർ നാസ്ഡാക്ക് 1.26% പോസിറ്റീവായിട്ടാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഡോ ജോൺസും 0.03% പോസിറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ S&P 500 0.72% അപ്സൈഡ് ആണ്. ഫഡ്സ് 0.10% പോസിറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട്. CAC 14 0.45% പോസിറ്റീവ് ആണ്. ഡാക്സ് 0.78% പോസിറ്റീവ് തന്നെയാണ്. നിക്കി മാർക്കറ്റും 1.79% പ്ലസിൽ തന്നെയാണ്. ഹോങ്കോങ് മാർക്കറ്റ് 0.33% പോസിറ്റീവ് ആണ്. അപ്പൊ ഗ്ലോബൽ മാർക്കറ്റ്സ് മേജർ ആയിട്ടുള്ള ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ മാത്രം ജസ്റ്റ് ഫ്ലാറ്റ് 0.10% മാത്രം. ഇനി നിഫ്റ്റിയുടെ സ്പോട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 24,039 ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഇനി നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ റേഞ്ച് ഞാൻ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് 24,750, ഒരു 700 പോയിന്റ് മുകളിൽ. ഇപ്പൊ 24,039 ക്ലോസ് നടത്തിയിട്ടുള്ളത്. 24,750 റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സപ്പോർട്ടായിട്ട് 23,400, ഇത്തിരി താഴെയാണ്, ഒരു 600 പോയിന്റ് താഴെയാണ് സപ്പോർട്ട് ഞാൻ കാണുന്നത്. അപ്പൊ 23,400, 24,750 ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിൽ ഈ ആഴ്ച മാർക്കറ്റ് നിൽക്കുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ അവര് ഈ ആഴ്ച 5 ട്രേഡിംഗ് ദിവസം ബൈയിങ് മോഡൽ തന്നെയാണ്. 21-ാം തീയതി തിങ്കളാഴ്ച അവര് 1,970 കോടി രൂപ ബൈ നടത്തി. 22-ാം തീയതി ചൊവ്വാഴ്ച 1,290 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. 23-ാം തീയതി ബുധനാഴ്ച 3,332 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. 24-ാം തീയതി 8,250, അത് ഗംഭീര ബൈയിങ് നടത്തിയിട്ടുണ്ട്.
2250 കോടി രൂപയുടെ ബൈങ് നടത്തിയിട്ടുണ്ട്. 25-ാം തീയതി വെള്ളിയാഴ്ച 2952 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞല്ലോ, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രകാരം തന്നെ ആഭ്യന്തര നിക്ഷേപകരും 3539 കോടി രൂപയുടെ ബൈങ് വെള്ളിയാഴ്ച നടത്തിയിട്ടുണ്ട്. പക്ഷെ ആഭ്യന്തര നിക്ഷേപകർ ഈ ആഴ്ച 5 ദിവസം ബൈങ്ങിലല്ല 1-2 ദിവസം അവർ സെല്ലിങ് നടത്തിയിട്ട്, എന്നിരുന്നാലും വളരെ കുറഞ്ഞ സെല്ലിംഗ് പ്രഷറും ഒരു 1200 അല്ലെങ്കിൽ 1000 താഴെയുള്ള സെല്ലിംഗ് മാത്രമേ വന്നിട്ടുള്ളൂ. മേജർ ആയിട്ടുള്ള സെല്ലിംഗ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ആഭ്യന്തര നിക്ഷേപകരും വിദേശ നിക്ഷേപകരും ഇപ്പൊ ബൈയിങ് മോഡിൽ തന്നെയാണ് ചുരുക്കം പറയുകയാണെങ്കിൽ. അപ്പൊ അടുത്ത ആഴ്ചയിൽ മാർക്കറ്റ് മുകളിലുള്ള സാധ്യത വളരെ കാണുന്നുണ്ട്. കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തപ്പോൾ മാർക്കറ്റ് വിദേശ നിക്ഷേപകരുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലോങ് പൊസിഷൻ 30% മാത്രമേ ലോങ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തപ്പോ അവർ 30% നിന്നും 38% അവർ ലോങ് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും ഇപ്പൊ നിലവില് ഷോർട്ട് പൊസിഷൻ കൂടുതലുണ്ട് എങ്കിലും താരതമ്യേന നോക്കുമ്പോൾ 30-ൽ നിന്ന് 38% ഒരാഴ്ച കൊണ്ട് 8% അവർ ലോങ് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവരും മാർക്കറ്റ് മുകളിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. കുറച്ച് ഗിഫ്റ്റ് നിഫ്റ്റി നമുക്കറിയാം ഇന്ന് പുലർച്ചെ 2:30 വരെ ട്രേഡ് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് അവസാനിപ്പിച്ചാണത് 24,220-ലാണ്. നമ്മുടെ ക്ലോസ് ചെയ്തത് 24,039-ലാണ്. അപ്പോ 24,220-ല് അതായത് ഒരു 100-150 പോയിന്റിന്റെ അടുത്ത് അപ്സൈഡ് ആയിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 24,220-ലാണ് ഇന്ന് പുലർച്ചെ ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഇനി നമ്മുടെ മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ആരംഭിക്കും. അപ്പൊ അതിന്റെ ചെറിയ വ്യത്യാസങ്ങൾ വരാം. എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 100-150 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പാണ് ഞാൻ തിങ്കളാഴ്ച എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത ആഴ്ച ഞാൻ ഇപ്പൊ 24,039-ല് ക്ലോസ് നടത്തിയിട്ടുള്ള നിഫ്റ്റി ഒരു അടുത്ത റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞില്ല 24,750 അവിടെ വരെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു 700-750 പോയിന്റ് നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. ഇപ്പൊ നിഫ്റ്റി ഐ-ടിയിൽ ഇത്തിരി കൂടുതൽ ബുള്ളിഷാണ്. കാരണം ഇന്നലെ അത്രയധികം പോയിന്റ് നിഫ്റ്റി വീണിട്ട് പോലും നിഫ്റ്റി ഐ-ടി മാത്രമാണ് 40% പോസിറ്റീവായിട്ട് ക്ലോസ് നടത്താനായിട്ട് സാധിച്ചത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും പലരും ചോദിക്കുന്നുണ്ട് കമന്റ് എന്താ നിങ്ങൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചെയ്യാത്തത്. അപ്പൊ സെബിയുടെ പുതിയ സർക്കുലർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട്. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് നല്ല നല്ല സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡിന് വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ അടിയിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പൊ അതെനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ആരും ദയവ് ഇത് വിളിച്ച് ബുദ്ധിമുട്ടിയത്, കാരണം എല്ലാവരും ഒരേ സമയത്ത് വിളിക്കുമ്പോൾ അത് എടുക്കാനായിട്ട് നമുക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വാട്സപ്പില് ബന്ധപ്പെടാം. അപ്പോൾ നമുക്കൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട്, ആ സ്വിംഗ് ട്രേഡിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാം. ഫീസൊന്നുമില്ല, ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിന്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ആഡ് ആവാം. നിങ്ങൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ സ്റ്റോക്കുകൾ നല്ല നല്ല സ്റ്റോക്കുകൾ കിട്ടുമ്പോൾ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യും. അതിന് കൃത്യമായിട്ട് ബൈ ലെവലും പറയും, കൃത്യമായ സ്റ്റോപ്പ് ലെസ് എന്ന് പറയും, കൃത്യമായ ടാർഗറ്റും പറയും. അത് നിങ്ങൾക്ക് ഒക്കെ അനുസരിച്ച് നിങ്ങളുടെ ക്യാപിറ്റൽ അലോക്കേഷൻ കൃത്യമായിട്ട് ചെയ്യാം. വീഡിയോയിൽ ഓപ്പൺ ആയിട്ട് നമുക്ക് സ്റ്റോക്കുകൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. സ്വിംഗ് ട്രേഡിംഗ് ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. 100% ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഓക്കെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്താണ്. ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ബൈ ഓൾ.